എല്ലാവർക്കും നമസ്കാരം. നിഫ്റ്റി സെൻസെക്സ് എന്ന ഇൻഡെക്സുകളുടെ പോസ്റ്റ് മാർക്കറ്റ് അനാലിസിസിലേക്കും നാളത്തെ എൻ്റെ ട്രേഡ് പ്ലാൻ വിവരിക്കുന്ന വീഡിയോയിലേക്കും ഏവർക്കും സ്വാഗതം. നിഫ്റ്റിയിൽ ഞാൻ കഴിഞ്ഞ ദിവസം മാർക്ക് ചെയ്തിട്ടുണ്ടായിരുന്ന ലെവൽസ്, അതായത് ഇന്നലത്തേക്ക് ട്രേഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ബുധനാഴ്ച മാർക്ക് ചെയ്തിട്ടുണ്ടായിരുന്ന ലെവൽസ് ഇങ്ങനെയാണ്. വ്യാഴാഴ്ച മാർക്കറ്റ് അവധിയായിരുന്നു, ശേഷം വെള്ളിയാഴ്ചയാണ് മാർക്കറ്റ് ഉണ്ടായിരുന്നത്. അപ്പോൾ ഞാൻ മാർക്ക് ചെയ്തിട്ടുണ്ടായിരുന്ന ട്രേഡ് ചെയ്യാൻ വേണ്ടി മാർക്ക് ചെയ്തിട്ടുണ്ടായിരുന്ന ലെവൽസ് ഇങ്ങനെയാണ്. നോക്കുമ്പോൾ തന്നെ ഒറ്റ നോട്ടത്തിൽ നമുക്കറിയാം, മുകളിൽ നിന്ന് റിജക്ഷൻ കിട്ടിയതും ഞാൻ മാർക്ക് ചെയ്തിട്ടുള്ള ലെവലിൽ നിന്നാണ്, താഴെ നിന്ന് റിജക്ഷൻ കിട്ടിയിട്ടുള്ളതും ഞാൻ മാർക്ക് ചെയ്തിട്ടുള്ള ലെവലിൽ നിന്നാണ്. ചെറിയൊരു ഫ്ലാറ്റ് ഓപ്പണിംഗ് എന്ന് തന്നെ പറയാം. ഒരു ചെറിയൊരു ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ്, ഒരു 50-60 പോയിന്റ് ചെറിയൊരു ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് തന്നിട്ട് പ്രൈസ് മുകളിലോട്ട് കയറിപ്പോയി. മുകളിൽ നിന്ന് റിജക്ഷൻ കിട്ടിയിട്ട് ഒരു 15 മിനിറ്റ് ക്യാൻഡിലെങ്കിലും റിജക്റ്റഡ് ആയി കഴിഞ്ഞാൽ നമുക്ക് പിന്നീട് പുട്ട് ഓപ്ഷൻ, അതായത് അത്ര നേരം കോൾ ഓപ്ഷനിൽ പോയിട്ടുണ്ടെങ്കിൽ ഒരു 15 മിനിറ്റ് ക്യാൻഡിലെങ്കിലും റിജക്ഷൻ കാണിക്കുന്നുണ്ടെങ്കിൽ ആ റിജക്ഷന് തൊട്ട് മുകളിൽ തന്നെ സ്റ്റോപ്പ് ലോസ് വെച്ചിട്ട് താഴോട്ട് നമുക്കൊരു പുട്ട് ഓപ്ഷൻ ട്രേഡ് ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. താഴോട്ട് ഈ ലെവലുകൾ തന്നെ ടാർഗറ്റ് ആയിട്ട് വരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഏത് ലെവലിൽ നിന്നാണോ ചെറിയ ടൈം ഫ്രെയിമിൽ ക്യാൻഡിൽസ് ഒരു റിജക്ഷൻ സൂചിപ്പിക്കുന്നത്, അവിടെ നിന്ന് നമുക്ക് പുട്ട് ഓപ്ഷൻ എക്സിറ്റ് ആവാം. ഇതാണ് നമ്മുടെ പ്ലാൻ. ഒരു 15 മിനിറ്റ് ക്യാൻഡിലെങ്കിലും പിന്നീട് റിജക്ഷൻ വരികയാണെങ്കിൽ പിന്നീട് നമുക്ക് ഓപ്പോസിറ്റ് ഡയറക്ഷനിലോട്ട് വീണ്ടും ട്രേഡ് എടുക്കാൻ സാധിക്കും. 15 മിനിറ്റിൽ ഇവിടുന്ന് ഒരു റിജക്ഷൻ വന്നത് കണ്ടിട്ടുണ്ടെങ്കിൽ അത് കോൾ ഓപ്ഷനുള്ള ചാൻസ് ആണ് എന്ന് മനസ്സിലാക്കിയിട്ട് പുട്ട് ഓപ്ഷൻ വേണമെങ്കിൽ ഇവിടുന്ന് എടുത്ത പുട്ട് ഓപ്ഷൻ എക്സിറ്റ് ആവാനുള്ള ഓപ്പർച്യൂണിറ്റീസും കിട്ടിയിട്ടുണ്ടായിരുന്നു. നല്ലൊരു കോൾ ഓപ്ഷനും കിട്ടി, നല്ല പുട്ട് ഓപ്ഷനും കിട്ടി. ഇതിൻ്റെ ഇടയിൽ മൾട്ടിപ്പിൾ ടൈംസ് റീ എൻട്രി എടുത്ത് ചെറിയ സ്കാൽപ്പായിട്ട് എടുക്കാനും നല്ല പ്രോഫിറ്റ് എടുക്കാൻ സാധ്യത ഉണ്ടായിരുന്ന ഒരു ദിവസമാണ് ഇന്നലെ. അതുമാത്രമല്ല, ഹോൾഡ് ചെയ്യുകയാണെങ്കിൽ, ഇപ്പോൾ സ്റ്റോപ്പ് ലോസ് ട്രെയിൽ ചെയ്ത് കൊണ്ടുവരികയാണെങ്കിലും നല്ലൊരു കോൾ ഓപ്ഷൻ, നല്ലൊരു പുട്ട് ഓപ്ഷൻ, ശേഷം ചെറിയ രണ്ട് മൂന്ന് ട്രേഡ്സും വന്നിട്ടുണ്ട്. അപ്പോൾ ലെവൽസ് കൃത്യമായിട്ടും നമുക്ക് നല്ല ഉപകാരപ്രദമായിട്ടുള്ള രീതിയിൽ പ്രവർത്തിച്ചിട്ടുണ്ട്. നല്ല പെർഫോമൻസ് ആണ് ലെവൽസ് നിഫ്റ്റിയിൽ നമുക്ക് തന്നിട്ടുള്ളത്. ഇനി സെൻസെക്സ് എങ്ങനെയായിരുന്നു ജസ്റ്റ് ഒന്ന് നോക്കാം. സെൻസെക്സും നിഫ്റ്റിയെ പോലെ തന്നെയാണ് മൂവ്മെന്റ് കാര്യങ്ങളൊക്കെ വന്നിരിക്കുന്നത്. ചെറിയൊരു ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് തന്നിട്ട് മുകളിലോട്ട് കയറി നമ്മൾ മാർക്ക് ചെയ്തിട്ടുള്ള ലെവലിൽ നിന്ന് തന്നെ റിജക്ഷൻ കിട്ടി. ചെറിയ ടൈം ഫ്രെയിമിലെ ക്യാൻഡിൽസ് അതിന് തൊട്ട് മുൻപത്തെ ലെവൽസ് നിന്ന് റിജക്ഷൻ കാണിച്ചിട്ടുണ്ട്. പക്ഷെ ഒരു 15 മിനിറ്റ് ക്യാൻഡിലെങ്കിലും റിജക്റ്റ് ആയാലേ പിന്നീട് നമുക്ക് താഴോട്ട് ഒരു ട്രേഡ് പോസിബിൾ ആയിട്ടുള്ളൂ. അതുകൊണ്ട് ഇവിടെ നമ്മൾ എന്തായാലും പുട്ട് ഓപ്ഷൻ എടുക്കില്ല. ശേഷം ഇവിടെ നിന്ന് ഒരു 15 മിനിറ്റ് ക്യാൻഡിൽ റിജക്ഷൻ സൂചിപ്പിച്ച സമയത്ത് നമുക്ക് അതിന്റെ മുകളിൽ തന്നെ സ്റ്റോപ്പ് ലോസ് വെച്ച് താഴോട്ട് ട്രേഡ് എടുക്കാൻ സാധിക്കുമായിരുന്നു. ഈ ലെവലുകൾ തന്നെയായിരിക്കും ടാർഗറ്റുകളൊന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതിൽ തിക്കായിട്ട് മാർക്ക് ചെയ്തിട്ടുള്ള ലെവല് പ്രധാനമായിട്ടുള്ള സപ്പോർട്ട് അല്ലെങ്കിൽ റെസിസ്റ്റൻസ് സോണായിട്ട് അല്ലെങ്കിൽ ഒരു ലെവലായിട്ട് ആക്ട് ചെയ്യും എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പ്രൈസ് താഴോട്ട് വന്നപ്പോഴും ഇവിടെ സപ്പോർട്ട് എടുത്തിട്ടുണ്ട്, മുകളിലോട്ട് കയറിയപ്പോഴും ഇവിടെ സപ്പോർട്ട് എടുത്തിട്ടുണ്ട്. പിന്നീട് ഈ ഒരു ലെവലിന് ചുറ്റിപ്പറ്റിയിട്ടായിരുന്നു ഒരു 12 മണിക്ക് ശേഷം ട്രേഡ് നടന്നിട്ടുള്ളത്. അപ്പോൾ നിഫ്റ്റിയിലെ പോലെ തന്നെ ഇവിടെയും നല്ലൊരു കോൾ ഓപ്ഷൻ കിട്ടി, ശേഷം ഒരു പുട്ട് ഓപ്ഷൻ, നല്ലൊരു പുട്ട് ഓപ്ഷൻ വന്നു. പിന്നീട് 2-3 ചെറിയ ട്രേഡ്സ് എടുക്കാനുള്ള ഓപ്പർച്യൂണിറ്റീസും ഉണ്ടായിട്ടുണ്ട്. ഇവിടെയെല്ലാം നമുക്ക് നോക്കുകയാണെങ്കിൽ കൃത്യമായിട്ടും ലെവലിനെ റെസ്പെക്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ ഈ വൈറ്റ് ലൈൻ, ഈ ലൈൻസ് ഒക്കെ എന്തിന്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ ലെവൽ മാർക്ക് ചെയ്യുന്നത് എന്നുള്ളത്, അതിന്റെ ലെവൽസ് മാർക്ക് ചെയ്യുന്നതിന്റെ വീഡിയോസ് ഒക്കെ ഓൾറെഡി ഞാൻ ഓപ്ഷൻസിന്റെ സീരീസിൽ ഞാൻ ഇട്ടിട്ടുണ്ട്. പ്ലേലിസ്റ്റിൽ പോയി നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അപ്പോൾ നിഫ്റ്റിയെ പോലെ തന്നെയാണ് സെൻസെക്സും മൂവ്മെന്റും കാര്യങ്ങളൊക്കെ വന്നിട്ടുള്ളത്. ലെവൽസ് നമുക്ക് നല്ല രീതിക്ക് നല്ലൊരു പെർഫോമൻസ് തന്നിട്ടുണ്ട്. നല്ല ലാഭം എടുക്കാൻ പറ്റും. നിഫ്റ്റിയിൽ പറഞ്ഞതുപോലെ തന്നെ സ്റ്റോപ്പ് ലോസ് ട്രെയിൽ ചെയ്ത് കൊണ്ടുപോവുകയാണെങ്കിലും നല്ലൊരു കോൾ ഓപ്ഷൻ, നല്ലൊരു പുട്ട് ഓപ്ഷൻ. സ്റ്റോപ്പ് ലോസ് ട്രെയിൽ ചെയ്യുകയാണെങ്കിൽ നമുക്ക് നല്ല ഓപ്പർച്യൂണിറ്റീസ് വന്നിട്ടുണ്ട്. ഇനി അതല്ല, സ്കാൽപ്പ് ചെയ്യുന്നവർക്കാണെങ്കിലും മൾട്ടിപ്പിൾ ടൈംസ് എൻട്രി എടുത്ത് ഇത് താഴോട്ട് വന്നിട്ടുള്ളതും മേലോട്ട് പോയിട്ടുള്ളതൊക്കെ നമുക്ക് നോക്കിയാൽ കാണാൻ പറ്റും. സിക്സാഗ് ആയിട്ട് താഴോട്ട് വന്നിട്ടുള്ളതാണെങ്കിലും സിക്സാഗ് ആയിട്ടാണ്. അപ്പോൾ ഇതൊക്കെ ഡിസ്കൗണ്ട് ചെയ്യുന്ന എൻട്രി എടുത്ത് നല്ല രീതിക്ക് പ്രൈസ് എങ്ങനെ ആക്ട് ചെയ്യുന്നു മനസ്സിലാക്കിയിട്ട് ട്രേഡ് ചെയ്യാൻ കഴിയുന്നവർക്ക് ഈ ലെവൽസ് നല്ല രീതിക്ക് പ്രയോജനപ്പെടുത്താൻ സാധിക്കും. നിഫ്റ്റിയിലും സെൻസെക്സിലും നാളത്തെ, അതായത് തിങ്കളാഴ്ചത്തെ എൻ്റെ ട്രേഡിംഗ് പ്ലാൻ എൻ്റെ ലെവൽസ് എങ്ങനെയാണെന്നുള്ളത് പരിശോധിക്കാം. നാളത്തേക്ക് ഞാൻ നിഫ്റ്റിയിൽ മാർക്ക് ചെയ്തിട്ടുള്ള ലെവൽസ് ഇങ്ങനെയാണ് വരിക. ട്രേഡിംഗ് പ്ലാൻ പറയുമ്പോൾ നിഫ്റ്റി ഒരു ഫ്ലാറ്റ് ഓപ്പണിങ്ങോ അല്ലെങ്കിൽ ഒരു ഗ്യാപ്പ് ഡൗണോ എന്ത് വേണമെങ്കിലും തരട്ടെ. ആ ഒരു ഓപ്പണിംഗ് വന്നതിന് ശേഷം ഒരു 3 മിനിറ്റ് 5 മിനിറ്റ് ക്യാൻഡിൽ ഫോം ആവാൻ വേണ്ടി വെയിറ്റ് ചെയ്യും. അത് ക്ലോസ് ആയതിനു ശേഷം, ആദ്യത്തെ ആ ഒരു ക്യാൻഡിൽ ക്ലോസ് ആയതിനു ശേഷം പിന്നീട് വരുന്ന ക്യാൻഡിൽസ് ഏത് ഡയറക്ഷനിലോട്ടാണോ മൂവ് ചെയ്യുന്നത് ആ ഡയറക്ഷനിലോട്ട് ഡിസ്കൗണ്ടിൽ നിന്നും എൻട്രി എടുത്ത് ട്രേഡ് ചെയ്യും. അപ്പോൾ ആദ്യത്തെ ക്യാൻഡിൽ ഫോം ആയതിനു ശേഷം പിന്നീട് വരുന്ന ക്യാൻഡിൽസ് മുകളിലോട്ടാണ് സൂചിപ്പിക്കുന്നതെങ്കിൽ അവിടെ നിന്ന് ഞാൻ മുകളിലോട്ടായിരിക്കും ട്രേഡ് എടുക്കുക. ഡിസ്കൗണ്ട് ചെയ്യുന്ന ഒരു കോൾ ഓപ്ഷൻ ഞാൻ വാങ്ങിച്ചാൽ സ്റ്റോപ്പ് ലോസ് ഡേയ്സ് ലോയിൽ സ്റ്റോപ്പ് ലോസ് വെച്ചിട്ട് മുകളിലോട്ട് ട്രേഡ് ചെയ്യും.
അതുവരെ ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ഹൈ ആദ്യത്തെ ടാർഗറ്റ് ആയിട്ടും പിന്നീട് മുകളിലോട്ടുള്ള ലെവൽസ് എല്ലാം ടാർഗറ്റ് ആയിട്ട് ആക്ട് ചെയ്യും. അപ്പം മുകളിലോട്ടുള്ള ലെവൽസ് ആയിട്ട് വരുന്നത് 24,312, 412, 24,543, 24,590, 24,624, 657, 698, 718 എന്നിങ്ങനെയുള്ള ലെവൽസ് എല്ലാം ടാർഗറ്റുകളായിട്ട് ആക്ട് ചെയ്യും. ഇവിടെ 24,543, 590 എന്നീ ലെവല് സ്ട്രോങ് ആയിട്ടുള്ള റെസിസ്റ്റൻസ് ലെവലായിട്ട് ആക്ട് ചെയ്യും. ഇനി താഴോട്ടാണെങ്കിലോ, താഴോട്ട് ഒരു ഫ്ലാറ്റ് ഓപ്പണിംഗ് തന്നിട്ട് ഇല്ലെങ്കിൽ ഒരു ഓപ്പണിംഗ് എവിടെയെങ്കിലും ഒരു ഓപ്പണിംഗ് തന്നിട്ട് താഴോട്ടാണ് ക്യാൻഡിൽസ് സൂചിപ്പിക്കുന്നതെങ്കിൽ ഡേയ്സ് ഹൈ സ്റ്റോപ്പ് ലോസ് ആക്കി വെച്ചിട്ട് താഴോട്ട് ഞാൻ ഡിസ്കൗണ്ടിൽ നിന്നും ഒരു ഡിസ്കൗണ്ട് ഏരിയയിലേക്ക് പോയിട്ട് അവിടെ നിന്ന് റിജക്ഷൻ വരുമ്പോൾ അവിടെ നിന്ന് ഞാൻ പുട്ട് ഓപ്ഷൻ ബൈ ചെയ്ത് ഡേയ്സ് ഹൈ സ്റ്റോപ്പ് ലോസ് ആക്കി വെച്ചിട്ട് താഴോട്ട് ട്രേഡ് ചെയ്യും. താഴോട്ട് ട്രേഡ് ചെയ്യുന്ന സമയത്ത് അതുവരെ ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ഒരു ലോ ആദ്യത്തെ ടാർഗറ്റ് ആയിട്ടും പിന്നീട് താഴോട്ടുള്ള ലെവൽസ് എല്ലാം ടാർഗറ്റുകളായിട്ട് ആക്ട് ചെയ്യും. അപ്പോൾ താഴോട്ടുള്ള ലെവലുകൾ എന്ന് പറയുമ്പോൾ 24,286, 24,199, 24,152, 136 എന്നീ ലെവലുകൾ ടാർഗറ്റ് ആയിട്ട് വരും. സപ്പോസ് 24,136 താഴെ ഒരു 5 മിനിറ്റ് അല്ലെങ്കിൽ ഒരു 15 മിനിറ്റ് കഴിഞ്ഞാലോ കുറച്ച് നേരമെങ്കിലും ട്രേഡ് ചെയ്യുകയാണെങ്കിൽ പിന്നീട് ഒരു ഡൗൺ ട്രെൻഡ് കണ്ടിന്യൂ ചെയ്യാനുള്ള സാധ്യതയുണ്ട്. 24,053, 24,007 എല്ലാം നമുക്ക് ടാർഗറ്റുകളായിട്ട് ലഭിച്ചേക്കാം. 23,882 നല്ലൊരു ലെവലായിട്ട് സ്ട്രോങ് ആയിട്ടുള്ള ലെവലായിട്ട് ആക്ട് ചെയ്യും. ഇവിടെ 24,152, 136 താഴെ നല്ല സ്ട്രോങ് ആയിട്ടുള്ള സപ്പോർട്ട് ലെവലായിട്ട് ആക്ട് ചെയ്യും. അപ്പോൾ മുകളിലോട്ട് കയറുന്ന സമയത്ത് നമ്മളൊരു കോൾ ഓപ്ഷൻ ബൈ ചെയ്തിട്ട് മുകളിലോട്ട് ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഏത് ലെവലിൽ നിന്നാണോ ചെറിയ ടൈം ഫ്രെയിമിലെ ക്യാൻഡിൽസ് ഒരു റിജക്ഷൻ സൂചിപ്പിക്കുന്നത് അവിടെ നിന്ന് വേണമെങ്കിൽ കോൾ ഓപ്ഷൻ എക്സിറ്റ് ആവാം. ശേഷം ഒരു 15 മിനിറ്റ് ക്യാൻഡിലെങ്കിലും റിജക്റ്റഡ് ആവുകയാണെങ്കിൽ നമുക്ക് പുട്ട് ഓപ്ഷൻ ട്രേഡ് എടുക്കാൻ സാധിക്കും. ആ ഒരു ക്രിയേറ്റ് ആയിട്ടുള്ള ആ ഒരു ഹൈ, അതായത് 15 മിനിറ്റ് റിജക്ഷന് മുകളിൽ തന്നെ സ്റ്റോപ്പ് ലോസ് നമുക്ക് കീപ്പ് ചെയ്യാവുന്നതാണ്. എന്നിട്ട് താഴോട്ട് ട്രേഡ് ചെയ്യാം. ഈ ലെവലുകൾ തന്നെ ടാർഗറ്റ് ആയിട്ട് ആക്ട് ചെയ്യും. ഇനി ആ ഒരു 15 മിനിറ്റ് റിജക്ഷൻ വരാതെ അതുവരെ ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ഹൈനെ ബ്രേക്ക് ചെയ്ത് വീണ്ടും പുതിയൊരു ഹൈ വരികയാണെങ്കിലോ വീണ്ടും ഡിസ്കൗണ്ടിൽ നിന്ന് എൻട്രി എടുത്ത് ഏതെങ്കിലും ഒരു തൊട്ട് മുൻപുണ്ടായ ഒരു 15 മിനിറ്റ് 5 മിനിറ്റ് റിജക്ഷൻ താഴെ സ്റ്റോപ്പ് ലോസ് വെച്ചിട്ട് മുകളിലോട്ട് അടുത്ത ലെവലുകൾ ടാർഗറ്റുകളാക്കി വെച്ചിട്ട് മുകളിലോട്ട് തന്നെ ട്രേഡ് ചെയ്യും. ഇനി താഴോട്ടാണെങ്കിൽ പുട്ട് ഓപ്ഷൻ, അതായത് ആദ്യത്തെ ക്യാൻഡിൽ വന്നിട്ട് താഴോട്ട് ഡയറക്ഷൻ നമുക്ക് കിട്ടി, നമ്മൾ ഡിസ്കൗണ്ടിൽ നിന്ന് എൻട്രി എടുത്ത് താഴോട്ട് ട്രേഡ് ചെയ്യുമ്പോൾ ഏത് ലെവലിൽ നിന്നാണോ ചെറിയ ടൈം ഫ്രെയിമിലെ ക്യാൻഡിൽസ് ഒരു റിജക്ഷൻ കാണിക്കുന്നത് അവിടെ നിന്ന് നമുക്ക് പുട്ട് ഓപ്ഷൻ എക്സിറ്റ് ആവാം. ശേഷം ഒരു 15 മിനിറ്റ് ക്യാൻഡിലെങ്കിലും റിജക്റ്റഡ് ആവുകയാണെങ്കിൽ അവിടെ നിന്ന് കോൾ ഓപ്ഷൻ ബൈ ചെയ്ത് മുകളിലോട്ട് ട്രേഡ് ചെയ്യാം. അപ്പോൾ ഈ ലെവലുകൾ തന്നെ ടാർഗറ്റ് ആയിട്ട് വരും. ഇനി അങ്ങനെ 15 മിനിറ്റിൽ റിജക്റ്റഡ് ആവാതെ അതുവരെ ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ലോയിനെ വീണ്ടും ബ്രേക്ക് ചെയ്ത് പുതിയ ലോ വരികയാണെങ്കിൽ വീണ്ടും ഡിസ്കൗണ്ടിൽ നിന്ന് എൻട്രി എടുത്ത് ഒരു 5 മിനിറ്റ് 15 മിനിറ്റ് തൊട്ട് മുൻപുണ്ടായ മുകളിലുണ്ടായ ക്യാൻഡിൽസിന്റെ ആ ഒരു റിജക്ഷന് മുകളിൽ തന്നെ സ്റ്റോപ്പ് ലോസ് കീപ്പ് ചെയ്തിട്ട് താഴോട്ടുള്ള ലെവലുകളിൽ ടാർഗറ്റ് ആക്കി വെച്ചിട്ട് പുട്ട് ഓപ്ഷൻ നമുക്ക് ട്രേഡ് ചെയ്യാവുന്നതാണ്. അപ്പോൾ നിഫ്റ്റിയിൽ താഴോട്ടുള്ള എൻ്റെ ലെവൽസ് ഇങ്ങനെയും അതുപോലെ മുകളിലോട്ടുള്ള എൻ്റെ ലെവൽസ് ഇങ്ങനെയുമാണ് ഉണ്ടാവുക. എനിക്കറിയാം ഇവിടെ ഈ ഒരു ഭാഗത്തായിട്ട് ലെവൽസ് ഒരു അല്പം കൂടുതലുണ്ട്, പക്ഷെ അതൊന്നും അവോയ്ഡ് ചെയ്യാൻ പറ്റാത്ത ലെവൽസ് ആണ്. എല്ലാം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ലെവലാണ്. അത് ചെറിയ ടൈം ഫ്രെയിമിൽ ട്രേഡ് ചെയ്യുമ്പോൾ നമുക്ക് ഒരുപാട് ഉപകരിക്കുന്ന ലെവൽസ് ആണ്. ചെറിയ ചെറിയ മൂവ്മെന്റുകളും കൃത്യമായിട്ടും ട്രാക്ക് ചെയ്യാൻ നമ്മളെ സഹായിക്കും. നിങ്ങൾക്ക് ഇനി അങ്ങനെ കൺഫ്യൂഷൻ ആയിട്ട് തോന്നുകയാണെങ്കിൽ ഈ ഒരു ഭാഗത്ത് മാത്രമാണോ ഞാൻ പറയുന്നത്, അങ്ങനെ കൺഫ്യൂഷൻ ആയിട്ട് ചെറിയ രീതിക്കെങ്കിലും കൺഫ്യൂഷൻ ആയിട്ട് വരികയാണെങ്കിൽ ഇതിൽ തിന്നായിട്ട് ഞാൻ മാർക്ക് ചെയ്തിട്ടുള്ള ലെവൽസിനെ നിങ്ങൾക്ക് ഒഴിവാക്കാം. അധികം ലെവൽസ് വേണ്ട എന്ന് തോന്നുന്നവർക്ക് തിന്നായിട്ടുള്ള ലെവൽസ് ഒഴിവാക്കാം. പക്ഷെ ഈ ഒരു ഭാഗത്ത് മാത്രം ബാക്കിയുള്ള ഈ തിന്നായിട്ട് മാർക്ക് ചെയ്തിരിക്കുന്ന ഈ ലെവലുകളൊന്നും കളയാൻ പാടില്ല. ഓക്കെ, എല്ലാം ഇമ്പോർട്ടൻ്റ് ആണ്. മുകളിൽ മാർക്ക് ചെയ്തിട്ടുള്ള ഈ ലെവൽസും ഇമ്പോർട്ടൻ്റ് ആണ്. സ്റ്റിൽ നിങ്ങൾക്ക് അങ്ങനെ ഒരു ബുദ്ധിമുട്ട് നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ, എനിക്ക് അങ്ങനെ പ്രത്യേകിച്ച് ബുദ്ധിമുട്ടും കാര്യങ്ങളൊന്നും തോന്നാറില്ല. നിങ്ങൾക്ക് അഥവാ അങ്ങനെ തോന്നുകയാണെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ ഇടയിലുള്ള 2 തിൻ ലൈൻ, ഇവിടെയുള്ള തിൻ ലൈൻ, ഇതൊക്കെ നിങ്ങൾക്ക് മാറ്റാം. പക്ഷെ സ്റ്റിൽ ആ തിൻ ലൈൻസ് റെസ്പെക്ട് ചെയ്യപ്പെടും. ഇനി സെൻസെക്സിൽ എൻ്റെ ട്രേഡിംഗ് പ്ലാൻ എങ്ങനെയാണെന്നുള്ളത് പരിശോധിക്കാം. സെൻസെക്സിൽ ഞാൻ മറ്റന്നാളത്തേക്ക്, അതായത് തിങ്കളാഴ്ചത്തേക്ക് വേണ്ടി മാർക്ക് ചെയ്തിട്ടുള്ള ലെവൽസ് ഇങ്ങനെയാണ്. അപ്പോൾ സെൻസെക്സിൽ ട്രേഡിംഗ് പ്ലാൻ പറയുകയാണെങ്കിൽ സെൻസെക്സ് തിങ്കളാഴ്ച ഒരു ഫ്ലാറ്റ് ഓപ്പണിങ്ങോ ഗ്യാപ്പ് അപ്പോ ഗ്യാപ്പ് ഡൗൺ എന്ത് വേണമെങ്കിലും തരട്ടെ. ഓപ്പണിങ്ങിൽ ആദ്യത്തെ 3 മിനിറ്റ് 5 മിനിറ്റ് ഏതെങ്കിലും ഒരു ക്യാൻഡിൽ ഫോം ആവാൻ വേണ്ടി വെയിറ്റ് ചെയ്തതിനു ശേഷം പിന്നീട് വരുന്ന ക്യാൻഡിൽസ് മുകളിലോട്ടാണ് സൂചിപ്പിക്കുന്നതെങ്കിൽ, അതായത് മുകളിലോട്ടാണ് പോകുന്നതെങ്കിൽ, ആദ്യത്തെ ക്യാൻഡിലിനെ അപേക്ഷിച്ച് മുകളിലോട്ടാണ് പോകുന്നതെങ്കിൽ ഞാൻ ഡിസ്കൗണ്ടിൽ നിന്നും അതൊന്ന് ചെറുതായിട്ടും താഴോട്ട് വരുമ്പോൾ അപ്പോൾ എൻട്രി എടുത്തിട്ട് ഡേയ്സ് ലോ സ്റ്റോപ്പ് ലോസ് ആക്കി വെച്ചിട്ട് മുകളിലോട്ട് ട്രേഡ് ചെയ്യും. മുകളിലോട്ട് ട്രേഡ് ചെയ്യുമ്പോൾ അതുവരെ ക്രിയേറ്റ് ആയിട്ടുള്ള ഹൈ ആദ്യത്തെ ടാർഗറ്റ് ആയിട്ട് പിന്നീട് മുകളിലോട്ട് ഈ ലെവലുകളെല്ലാം ടാർഗറ്റുകളായിട്ട് വെക്കും. അപ്പോൾ ഇവിടെ
നമുക്ക് മുകളിലോട്ടുള്ള ടാർഗറ്റുകളായിട്ട് വരുന്നത് 80,702, 81,080, 81,183, 81,384, 81,723, 81,851, 82,215, 82,319 എന്നീ ലെവലുകളെല്ലാം ടാർഗറ്റുകളാക്കി വെച്ചിട്ട് മുകളിലോട്ട് ട്രേഡ് ചെയ്യാം. ഇവിടെ ഞാൻ തിക്കായിട്ട് മാർക്ക് ചെയ്തിരിക്കുന്ന വൈറ്റ് ലൈൻസ് എല്ലാം നല്ല നല്ല റെസിസ്റ്റൻസ് ലെവലുകളായിട്ട് ആക്ട് ചെയ്യുന്നതായിരിക്കും. മുകളിലോട്ട് ട്രേഡ് ചെയ്യുന്ന സമയത്ത് 81,050, 81,183 എന്നീ ലെവലിനെ ബ്രേക്ക് ചെയ്തിട്ട് ഒരു 15 മിനിറ്റ് ക്യാൻഡിൽ കുറച്ച് നേരമെങ്കിലും മുകളിൽ ട്രേഡ് ചെയ്യുകയാണെങ്കിൽ പിന്നീട് നമുക്ക് 81,384 അതുപോലെ 81,723 എന്നീ ടാർഗറ്റുകളെല്ലാം നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റും. 81,851 എല്ലാം പ്രതീക്ഷിക്കാം. അപ്പോൾ മുകളിലോട്ട് ട്രേഡ് ചെയ്യുന്ന സമയത്ത് ഏത് ലെവലിൽ നിന്നാണോ ചെറിയ ടൈം ഫ്രെയിമിലെ ക്യാൻഡിൽസ് ഒരു റിജക്ഷൻ കാണിക്കുന്നത് അവിടെ നിന്ന് വേണമെങ്കിൽ കോൾ ഓപ്ഷൻ എക്സിറ്റ് ആവാം. ശേഷം ഒരു 15 മിനിറ്റ് ക്യാൻഡിലെങ്കിലും റിജക്റ്റഡ് ആവുകയാണെങ്കിൽ പുട്ട് ഓപ്ഷനിൽ എൻട്രി എടുത്ത് താഴോട്ട് ട്രേഡ് ചെയ്യാം. ഈ താഴോട്ടുള്ള ലെവലുകൾ തന്നെ ടാർഗറ്റ് ആക്കി വെക്കാവുന്നതാണ്. ഇനി ഒരു 15 മിനിറ്റ് റിജക്ഷൻ വരാതെ, ഒരു ക്യാൻഡിലിന്റെ റിജക്ഷൻ വരാതെ അതുവരെ ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ഹൈ, നമുക്ക് ഒരു റിജക്ഷൻ കാണിച്ചപ്പോൾ ആണല്ലോ നമ്മൾ കോൾ ഓപ്ഷൻ എക്സിറ്റ് ആയത്. ആ റിജക്ഷനും ബ്രേക്ക് ചെയ്ത് പുതിയൊരു ഹൈ വരികയാണെങ്കിൽ വീണ്ടും ഡിസ്കൗണ്ടിൽ നിന്നും അത് ചെറുതായിട്ടും താഴോട്ട് വരുമ്പോൾ അവിടെ നിന്ന് കോൾ ഓപ്ഷൻ ബൈ ചെയ്ത് ഒരു 15 മിനിറ്റിന്റെ 5 മിനിറ്റിന്റെ നല്ലൊരു റിജക്ഷന്റെ താഴെ സ്റ്റോപ്പ് ലോസ് വെച്ചിട്ട് മുകളിലോട്ട് അടുത്ത ലെവലുകൾ ടാർഗറ്റുകളെ ആക്കി വെച്ച് നമുക്ക് കോൾ ഓപ്ഷൻ തന്നെ ട്രേഡ് ചെയ്യാവുന്നതാണ്. ഇനി താഴോട്ട് പറയുകയാണെങ്കിൽ സെൻസെക്സ് ഓപ്പൺ ആയതിനു ശേഷം ആദ്യത്തെ ഒരു 3 മിനിറ്റ് 5 മിനിറ്റ് ക്യാൻഡിൽ ഫോം ആവാൻ വേണ്ടി വെയിറ്റ് ചെയ്യും. അത് ഫോം ആയതിനു ശേഷം പിന്നീട് വരുന്ന ക്യാൻഡിൽസ് താഴോട്ടാണ് വരുന്നതെങ്കിൽ ഡിസ്കൗണ്ടിൽ നിന്നും എൻട്രി എടുത്ത് ഡേയ്സ് ഹൈ സ്റ്റോപ്പ് ലോസ് ആയിട്ട് വെച്ചിട്ട് താഴോട്ട് ട്രേഡ് ചെയ്യും. അപ്പോൾ ആ ഒരു സമയം വരെ ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ലോ ആണ് ആദ്യത്തെ ടാർഗറ്റ്. പിന്നീട് താഴോട്ടുള്ള ഈ ലെവലുകളെല്ലാം ടാർഗറ്റുകളായിട്ട് വരും. അപ്പോൾ ഇവിടെ താഴോട്ട് ട്രേഡ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ടാർഗറ്റുകളായിട്ട് വരുന്നത് 80,332, 80,055, 79,856, 79,634, 571 നല്ലൊരു സപ്പോർട്ട് ലെവലായിട്ട് ആക്ട് ചെയ്യുന്നതായിരിക്കും. നല്ല സ്ട്രോങ് ആയിട്ടുള്ള സപ്പോർട്ട് ലെവലായിട്ട് ആക്ട് ചെയ്യും. സപ്പോസ് 79,571 ബ്രേക്ക് ചെയ്ത് ഒരു 15 മിനിറ്റ് ക്യാൻഡിൽ താഴോട്ട് വന്നിട്ട് കുറച്ച് നേരമെങ്കിലും ട്രേഡ് ചെയ്യുകയാണെങ്കിൽ പിന്നീട് 79,340, 79,124, 78,722, 78,690 എന്നീ ലെവലുകളെല്ലാം ടാർഗറ്റുകളാക്കി വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം, താഴോട്ട് ട്രേഡ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ ഏത് ലെവലിൽ നിന്നാണോ ചെറിയ ടൈം ഫ്രെയിമിലെ ക്യാൻഡിൽസ് ഒരു റിജക്ഷൻ സൂചിപ്പിക്കുന്നത് അവിടെ നിന്ന് വേണമെങ്കിൽ പുട്ട് ഓപ്ഷൻ എക്സിറ്റ് ആവാം, അല്ലെങ്കിൽ സ്റ്റോപ്പ് ലോസ് ട്രെയിൽ ചെയ്യാൻ പറ്റും. എന്നിട്ടൊരു 15 മിനിറ്റ് ക്യാൻഡിലെങ്കിലും താഴെ നിന്ന് ഒരു റിജക്റ്റഡ് ആയിട്ട് മുകളിലോട്ട് സൂചിപ്പിക്കുന്നതെങ്കിൽ നമുക്ക് കോൾ ഓപ്ഷനിൽ എൻട്രി എടുത്ത് ആ റിജക്ഷന് താഴെ തന്നെ സ്റ്റോപ്പ് ലോസ് വെച്ചിട്ട് മുകളിലോട്ട് ട്രേഡ് ചെയ്യാം. അപ്പോൾ ഈ ലെവലുകൾ തന്നെ ടാർഗറ്റുകളാക്കി വെച്ചിട്ട് മുകളിലോട്ട് ട്രേഡ് ചെയ്യാവുന്നതാണ്. ഇനി 15 മിനിറ്റിൽ റിജക്ഷൻ വരുന്നതിന് പകരം അതുവരെ ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ലോയിനെ ബ്രേക്ക് ചെയ്ത് വീണ്ടും പുതിയൊരു ലോയാണ് വരുന്നതെങ്കിൽ വീണ്ടും ഡിസ്കൗണ്ടിൽ നിന്ന് എൻട്രി എടുത്ത് ഒന്ന് മുകളിലോട്ട് കയറുമ്പോൾ അവിടെ നിന്ന് എൻട്രി എടുത്ത് അതിന് തൊട്ട് മുകളിൽ അല്ലെങ്കിൽ ഒരു 5 മിനിറ്റ് 15 മിനിറ്റ് ക്യാൻഡലിന്റെ റിജക്ഷന് മുകളിൽ സ്റ്റോപ്പ് ലോസ് വെച്ചിട്ട് താഴോട്ട് ട്രേഡ് ചെയ്യാം. നല്ല സ്ട്രോങ് ആയിട്ടുള്ള ഒരു റിജക്ഷന് മുകളിൽ സ്റ്റോപ്പ് ലോസ് വെച്ചിട്ട് താഴോട്ട് നമുക്ക് പുട്ട് ഓപ്ഷൻ തന്നെ വീണ്ടും എൻട്രി എടുത്ത് റീ എൻട്രി എടുത്ത് ട്രേഡ് ചെയ്യാവുന്നതാണ്. അപ്പോൾ താഴോട്ടുള്ള ലെവലുകളെല്ലാം വീണ്ടും ടാർഗറ്റുകളാക്കി വെച്ചിട്ട് നമുക്ക് താഴോട്ട് ട്രേഡ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ സെൻസെക്സിൽ താഴോട്ടുള്ള ലെവൽസ് ഇങ്ങനെയും മുകളിലോട്ടുള്ള ലെവൽസ് ഇങ്ങനെയുമാണ് വരുന്നത്. അപ്പോൾ ഈ ലെവല് എങ്ങനെ പെർഫോം ചെയ്തു, തിങ്കളാഴ്ച ഈ ലെവൽസ് യൂസ് ചെയ്തിട്ട് നമുക്ക് എങ്ങനെ ട്രേഡ് ചെയ്യാൻ സാധിച്ചു എന്നുള്ളത് തിങ്കളാഴ്ച വൈകുന്നേരം പോസ്റ്റ് ചെയ്യുന്ന വീഡിയോയിൽ നമുക്ക് പരിശോധിക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഈ ഓപ്ഷൻസ് പഠിക്കാൻ താല്പര്യമുണ്ട്, ചാർട്ടിൽ ഈ ലെവൽസ് എല്ലാം മാർക്ക് ചെയ്തിട്ട് കൃത്യമായും എൻട്രി എക്സിറ്റ് സ്കാൽപ്പ് ആയാലും പൊസിഷണൽ ട്രേഡിംഗ് ആയാലും പഠിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് എൻ്റെ രീതി ഫോളോ ചെയ്യണം എന്ന് ആഗ്രഹമുണ്ടെങ്കിൽ, അത് പഠിച്ചാൽ കൊള്ളാം എന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങൾക്ക് എന്നെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. മന്ത്ലി ഒരു ബാച്ച് ഞാൻ എടുക്കുന്നുണ്ട്, 10 പേരാണ് മാക്സിമം എടുക്കുള്ളൂ. ഫീസ് 10,000 ആണ്. 3 വീക്കാണ് ഡ്യൂറേഷൻ. മറ്റെന്തെങ്കിലും ഡീറ്റെയിൽസോ കാര്യങ്ങളോ അറിയണമെങ്കിൽ നിങ്ങൾക്ക് എന്നെ പേഴ്സണലായിട്ട് കോൺടാക്ട് ചെയ്യാം. എൻ്റെ കോൺടാക്ട് നമ്പർ, എൻ്റെ വാട്സപ്പ് നമ്പർ സ്ക്രീനിൽ തന്നെ കൊടുത്തിട്ടുണ്ട്, ഡിസ്ക്രിപ്ഷനിലും കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഡയറക്റ്റ് എനിക്ക് വാട്സപ്പ് മെസ്സേജ് അയക്കാവുന്നതാണ് കേട്ടോ. ഇപ്പോൾ ജോയിൻ ചെയ്യാനാണെങ്കിലും അതിൻ്റെ ഡീറ്റെയിൽസ് അറിയാനാണെങ്കിലും എനിക്ക് പേഴ്സണലായിട്ട് മെസ്സേജ് അയച്ചാൽ മതി. പിന്നെ ടെലഗ്രാം കമ്മ്യൂണിറ്റിയുടെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ടെലഗ്രാം കമ്മ്യൂണിറ്റിയിലും ജോയിൻ ചെയ്യുക എല്ലാവരും. അപ്പോൾ നമുക്ക് വീഡിയോ വൈൻഡപ്പ് ചെയ്യാം. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ട്രേഡ് ചെയ്യുന്ന ഫ്രണ്ട്സിനും ഈ ഒരു വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക.
Thank you for watching. See you on next video.